മൂന്നാറിൽ സ്വകാര്യ റിസോർട്ടിന്റെ ജലചൂഷണം കണ്ടില്ലെന്ന് നടിച്ച് റവന്യൂ വകുപ്പ്. ചിത്രപുരത്ത് ഭൂരഹിതർക്ക് സർക്കാർ പതിച്ചു നൽകിയ ഭൂമിയിലാണ് മൂന്നാർ പാലസ് റിസോർട്ട് ഉടമകൾ അനധികൃതമായി കിണർ കുഴിച്ചത്. പട്ടയം റദ്ദാക്കണമെന്ന് ആവശ്യപ്പെട്ട് പള്ളിവാസൽ വില്ലേജ് ഓഫീസർ റിപ്പോർട്ട് നൽകി 6 മാസം കഴിഞ്ഞിട്ടും ഒരു നടപടിയുമില്ല. മറയൂർ സ്വദേശി ആനന്ദവല്ലിക്ക് 2015 സീറോ ലാൻഡ് പദ്ധതിയിൽ ഉൾപ്പെടുത്തി ചിത്തിരപുരത്ത് 3 സെന്റ് സ്ഥലം അനുവദിച്ചത്. 25 വർഷത്തേക്ക് വിൽക്കാനോ വാണിജ്യ ആവശ്യത്തിന് ഉപയോഗിക്കാനോ പാടില്ല എന്ന നിബന്ധനയോടെ പട്ടയം നൽകി. ഈ ഭൂമിയിലാണ് മൂന്നാർ പാലസ് റിസോർട്ട് കിണർ കുഴിച്ച് വൻതോതിൽ ജലമൂറ്റുന്നതായി കണ്ടെത്തിയത്. നാട്ടുകാരുടെ പരാതിയെ തുടർന്ന് വില്ലേജ് ഓഫീസർ നടത്തിയ അന്വേഷണ റിപ്പോർട്ട് തഹസിൽദാർക്ക് കൈമാറിയിരുന്നു. കിണറ്റിലെ മോട്ടോർ ഉൾപ്പെടെ എടുത്തുമാറ്റുകയും റിസോർട്ടിനെതിരെ നടപടിയെടുക്കുകയും ചെയ്യുമെന്ന് 2 മാസം മുമ്പ് ദേവികുളം തഹസിൽദാർ പരാതിക്കാർക്ക് രേഖാമൂലം ഉറപ്പ് നൽകിയതാണ്. പക്ഷേ ജലചൂഷണം നിർബാധം തുടരുകയാണ്. 3 ദിവസത്തിനുള്ളിൽ എടുത്തു മാറ്റാൻ ഞങ്ങൾക്ക് ഉറപ്പ് എഴുതി തന്നാണ്. എന്നിട്ട് ഇപ്പോൾ ഒരു 4 മാസം കഴിഞ്ഞു. ഞങ്ങളൊരു 6-7 മാസമായിട്ട് ഇതിന് ഒരു നടപടി ഉദ്യോഗസ്ഥർ സ്വീകരിച്ചിട്ടില്ല. അപ്പോൾ ഉദ്യോഗസ്ഥരുടെ ഒത്താശയില്ലാതെ നടക്കുകയില്ല എന്നാണ് ഞങ്ങളുടെ ഒരു വിശ്വാസം. ചിത്തിരപുരത്ത് സീറോ ലാൻഡ് മേഖലയിൽ നിർമ്മിച്ച വീടുകൾ വാടകയ്ക്ക് നൽകിയിട്ടുണ്ടെന്നും പരാതിയുണ്ട്. എന്നാൽ റിപ്പോർട്ടിന്മേൽ ഉടൻ തന്നെ നടപടിയെടുക്കുമെന്നാണ് റവന്യൂ വകുപ്പിന്റെ വിശദീകരണം. സ്വകാര്യ റിസോർട്ടുകാർക്ക് റവന്യൂ വകുപ്പ് സംരക്ഷണം ഒരുക്കുകയാണെന്നാണ് നാട്ടുകാരുടെ ആരോപണം. രാഹുൽ വിജയൻ, 24 ഇടുക്കി.